5/28 ഒരു വണ്ടി വന്ന് വെള്ളമടിച്ചിട്ടും ആ വെള്ളം കൊണ്ടൊന്നും അണിഞ്ഞില്ല. രണ്ടാമത്തെ വണ്ടി പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. ഗ്യാസ് കുറ്റികളൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി, വണ്ടികളൊക്കെ കുറെ വണ്ടികൾ മാറ്റി. 2 വണ്ടി അവിടെ സ്കൂട്ടർ കത്തിയിട്ടുണ്ട്. സീറ്റാണ് ഏറ്റവും വലിയ കാരണങ്ങൾ വന്നത്. കാരണം സീറ്റ് ഉണ്ടായത് കൊണ്ടാണ് വെള്ളം അടിച്ചിറങ്ങാൻ പറ്റാത്തത്. ഒരു ബിൽഡിംഗ് ഉള്ളു, ഇതൊക്കെ താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ ഇതാണ്. സീറ്റുകളൊക്കെ താൽക്കാലികമാണ്. നമസ്കാരം, ഞാനിപ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. എൻ്റെ ഈ പിറകിൽ കാണുന്ന കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം തീപിടിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന കാലിക്കറ്റ് ടെക്സ് എന്ന് പറയുന്ന തുണി വിൽക്കുന്ന ഒരു കടയ്ക്കാണ് തീപിടിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് ഏതാണ്ട് അടുത്ത സമയമായതുകൊണ്ട് തന്നെ നിരവധിയായ ലോഡും കാര്യങ്ങളും തുണിത്തരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല. അതുപോലെ തന്നെ തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണവും നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും കെട്ടിടം പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുണ്ട്. ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ, അതായത് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഉള്ള ഈ ഒരു കെട്ടിടം, ഗോഡൌണും മറ്റു കാര്യങ്ങളും ഒക്കെ അതെല്ലാം അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തു നോക്കുമ്പോൾ അതൊരു കെട്ടിടം പോലെ തോന്നുമെങ്കിലും അതെല്ലാം ഷീറ്റും മറ്റു കാര്യങ്ങളും ഫ്ലെക്സ് ബോർഡൊക്കെ ഉപയോഗിച്ച് മറച്ചിരിക്കുകയായിരുന്നു. അവിടെയാണ് തീ പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡ് കൊണ്ട് പൂർണ്ണമായും മറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് വെള്ളം അടിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഏതാണ്ട് അനുമാനിക്കപ്പെടുന്നത്. ഫയർഫോഴ്സിന്റെയും മറ്റും തുടക്ക സമയത്തുള്ള ഇടപെടൽ വേണ്ടത്ര കാര്യക്ഷമമായില്ല എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. എന്ത് തന്നെയാലും ഇതുകൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിരിക്കുന്നത് ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന നിരവധിയായ ആളുകളാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഇതിന്റെ ചുവട്ടിലൊക്കെ കടകളുണ്ടായിരുന്നു, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിലെടുക്കുന്ന മുതലാളിമാരും അതുപോലെ തന്നെ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. അവർക്ക് ഇത് എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇനി പൂർവ്വസ്ഥിതിയിലാവുക എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും അവർക്കില്ല. തങ്ങളുടെ അന്നന്നപ്പമായിട്ടുള്ള ഈ തൊഴിൽ ഇനി എന്നാണ് തുടരാനാവുക എന്നുള്ളത് അവർക്കറിയില്ല. നമ്മളോടൊപ്പം ഇപ്പൊ ഇവിടെ ചുമട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇന്നലെ ഞങ്ങൾ 4 മണിക്ക് ഡ്യൂട്ടിക്ക് വന്നതാണ്. 4 മണിക്ക് ഡ്യൂട്ടി ഒരു 5:06 ആ സൈഡിൽ നിന്നാണ് ചെറിയൊരു പുക ഇങ്ങനെ വന്നിരുന്നത്. അപ്പോൾ തന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ വിവരം അറിയിച്ച 5:28 ആയിട്ടുണ്ട് ഫയർ സർവീസ് എത്തുമ്പോൾ. 5:28 ഒരു വണ്ടി വന്ന് വെള്ളം അടിച്ചിട്ടും ആ വെള്ളം കൊണ്ടൊന്നും അണിഞ്ഞില്ല. രണ്ടാമത്തെ വണ്ടി പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. ആ 2 വണ്ടി വന്നിട്ടും അണിയാത്ത സമയത്താണ് പിന്നെ ഇങ്ങോട്ട് പടർന്ന് വന്നത്. പിന്നെ അതിൻ്റെ ശേഷം വണ്ടികളൊക്കെ വന്ന് പിന്നെ രാത്രി 12 മണി വരെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും എന്താ ഇപ്പോൾ പറയുക, കാരണം വെച്ചാൽ ഫസ്റ്റ് ഉള്ള ഇതിലുള്ള ഒന്ന് പെട്ടെന്ന് തന്നെ വണ്ടികളൊക്കെ കൂടുതൽ വരാണെങ്കിൽ കുറേയൊക്കെ അതിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. നിരവധിയായ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് ആണല്ലോ. ഗ്യാസ് കുറ്റികളൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി, വണ്ടികളൊക്കെ കുറെ വണ്ടികൾ മാറ്റി. 2 വണ്ടി അവിടെ സ്കൂട്ടർ കത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഞങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ പൊന്തിച്ചങ്ങോട്ട് മാറ്റി. ഞങ്ങൾ തൊഴിലാളികൾ നല്ല കുറവായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ സജീവമായി ചെയ്ത് ഞങ്ങൾക്ക് DCC ഓർഡർ ഉണ്ടായിരുന്നു. പ്രവീണൊക്കെ വിളിച്ചു പറഞ്ഞു ഇത് ചെയ്ത് കൊടുക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ. പിന്നെ നമ്മളെ യൂണിയൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN നിയാസാണ്. നിയാസ് അപ്പം തന്നെ 5:20 ആകുമ്പോഴത്തേക്ക് നിയാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിയാസ് ഇന്നലെ 12 മണി വരെ ഇവിടെ ഉണ്ട്, ഞങ്ങളെ കൂടെ ഉണ്ട്. മൂപ്പര നിർദ്ദേശപ്രകാരം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മാറ്റി കൊടുത്ത്. തുടക്കത്തിലുള്ള പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒരു ഇടപെടൽ കാര്യക്ഷമമായി. പോലീസിന്റെ ഇടപെടൽ നല്ല, പോലീസ് 2 വണ്ടി പോലീസ് ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫയർ സർവീസ് തന്നെ 28 മിനിറ്റ് കഴിഞ്ഞ ദിവസമാണ് ഫയർ സർവീസ് വന്നത്. വെള്ളം ഉണ്ടായില്ല. വെള്ളം ഫസ്റ്റിലെ വണ്ടി വന്ന് ആ വെള്ളം അടിച്ച ഉടനെ വെള്ളം. അപ്പോൾ ഇതിന് ജനങ്ങൾ ഇവിടെ ഇതായപ്പോൾ പ്രശ്നങ്ങളായപ്പോൾ പിന്നെ അടുത്ത വണ്ടി അതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ദൂരദൂരമായിട്ട് വണ്ടികൾ വരുത്തി തുടങ്ങി. പിന്നെ എയർപോർട്ട് വണ്ടി വന്നപ്പോഴാണ് ഒന്ന് ഇതായത്. ഇപ്പോൾ ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇത് പഴയ സ്ഥിതിയിലേക്ക് ആവാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? ഇനി ഇത് കുറെ സമയം എടുക്കുന്നു. കാരണം വെച്ചാൽ നല്ല പഴക്കമുള്ളതല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഉള്ളു, ഇതൊക്കെ താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ ഇതാണ്. സീറ്റുകളൊക്കെ താൽക്കാലികമാണ്. അത് ഇന്നലെ മറ്റുള്ള ഡെപ്യൂട്ടി മേയറൊക്കെ പറഞ്ഞില്ലേ, ഇതൊന്നും അവർ കോർപ്പറേഷൻ അറിയാത്ത രീതിയിലുള്ള ഒരു പണികളാണ് ഇവിടെ ചെയ്ത് വെച്ചത്. കാരണം ഇങ്ങനെ ഒരു അന്തസ്ഥാക്കാൻ പാടില്ലല്ലോ. അതന്നെ വലിയൊരു പ്രശ്നത്തിന് ഇതാണല്ലോ. കാരണം ഒരു ഗോഡൗണുമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പുകളൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലും ഒന്ന് ഫയർ ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളും സൗകര്യങ്ങളും അതിൻ്റെ മുകളിലില്ല. അത് പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ ഷെഡുകളാണ്. അത് പ്രൈവറ്റായിട്ട് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അനധികൃതമായിട്ട് കുറേ കെട്ടിപ്പൊക്കി എന്നുള്ളതാണ്. അത് കൃത്യസമയത്ത് പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ സാധിച്ചതും. കോർപ്പറേഷൻ അതിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കാറില്ല. കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷന് ഒരു വാടക കൊടുത്ത് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുള്ളത് കോർപ്പറേഷൻ അന്വേഷിക്കില്ല. ഇപ്പം ഇന്നലെ
ഇവിടെ തന്നെ വന്നുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞല്ലോ ഇതൊക്കെ അവരെ ശ്രദ്ധപ്പെടാത്തൊരു കാര്യങ്ങളാണെന്നുള്ളത്. കാരണം വെച്ചാൽ അതിൻ്റെ മോടിപ്പ് കാണുമ്പോൾ ഒരു ബിൽഡിങ്ങുമായിട്ടാണ് തോന്നുക. അങ്ങനെ സീറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളതല്ല, സീറ്റാണ് ഏറ്റവും വലിയ കാരണങ്ങൾ വന്നത്. കാരണം സീറ്റ് ഉണ്ടായത് കൊണ്ടാണ് വെള്ളം അടിച്ചിറങ്ങാൻ പറ്റാത്തത്. പിന്നെ വന്ന് JCB ഒക്കെ വന്നിട്ട് സീറ്റ് പൊളിച്ചതിൻ്റെ ദിവസമാണ് വന്നത്. ഈ സ്ഥാപനത്തിൽ നിരവധി കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. അത് തൊഴിലെ ബാധിക്കുന്നുള്ളൊരു പേടിയുണ്ട്. കടകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് ഫ്രൂട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ജോലികളിൽ കുറച്ച് ബാധിക്കും. കാരണം എന്നൊന്നും ഇപ്പോൾ ജോലിയില്ല, ഫ്രീ ആയി ഞങ്ങൾ മടങ്ങി പോകാറ്. ഇനി ഈ ഒരു കുറച്ച് കാരണം കൊണ്ട് സാധനങ്ങളൊന്നും പാറ്റി അയക്കാനോ അയച്ചു കൊടുക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം തന്നെയാണ്. ഇന്നത്തെ ദിവസം തന്നെ പണിയെടുക്കേണ്ട ദിവസം, തിങ്കളാഴ്ച തന്നെ കുറച്ച് പണി നടക്കേണ്ട സമയം. ആളുകൾ ഈ ഒരു കാരണത്താൽ ഇനി പല ഇതാണല്ലോ അങ്ങനെ ഒരു. എന്തായാലും ഞങ്ങളുടെ ഇടപെടലും പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടലൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തുടക്കത്തിൽ ചെറിയൊരു പോരായ്മകൾ വന്നു എന്നുള്ളത് മൊത്തത്തിൽ ഇവിടെ എല്ലാവരും അറിയുന്ന കാര്യമാണ്.